ഇത് മീനിൻ്റെ തലയുടെ എല്ലാ പാർട്സും മുള്ള് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പച്ച മുരിങ്ങയ്ക്കൊക്കെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ, അപ്പോൾ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4-5 ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി അധികം കൂടരുത്, എന്നാൽ കളർ വേറൊരു കളറാകും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കണം, അല്ലെങ്കിൽ കറിക്ക് നല്ല എരിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ, അധികം എരിവില്ലാത്തതും കുറച്ച് കളറുള്ളതുമാണ്. സാധാ മുളക് പൊടിയാണ്, പിരിയ മുളക് പൊടിയൊന്നും അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരക്കരുത്, ഇതുപോലെയാണ്. അതായത് തേങ്ങ തരിതരിപ്പും ഉണ്ട്, നല്ല അരഞ്ഞിട്ടില്ല എന്നാൽ അരയാതിരുന്നിട്ടുമില്ല, ആ ഒരു പരുവത്തിനാക്കി എടുക്കുക. ഇതുപോലെ കറി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഇത് മൊത്തം ആക്കിയിട്ട് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി എടുക്കുക. ഇനി ഇതാണ്ട് ഒരു 3